സമകാലികം. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന വാഹനമാണ് ഓട്ടോറിക്ഷ. സ്വകാര്യ വാഹനങ്ങൾ ഇല്ലാത്തവർക്ക് പലപ്പോഴും തുണയാവുന്നത് ഓട്ടോറിക്ഷകളാണ്. ബസ്സുകൾ സർവീസ് നടത്താത്ത പാതകളിലും ഓട്ടോറിക്ഷയാണ് സാമാന്യ ജനത്തിന്റെ ഇഷ്ടവാഹനം. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനം മുഴുവൻ സർവീസ് നടത്താനാകുന്ന വിധത്തിൽ പെർമിറ്റിൽ ഇളവ് വരുത്താൻ സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി അടുത്തിടെ തീരുമാനിക്കുകയുണ്ടായി. ഇതേക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങളാണ് ഇന്നത്തെ സമകാലികത്തിൽ. ശരിക്കു പറഞ്ഞാല് ഒരു കൂടിയാലോചനയും ഇല്ലാതെ പെട്ടെന്ന് ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളുമായി ചർച്ചകൾ പോലും നടത്താതെ ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനാ പ്രതിനിധി ശിവജി സുദർശൻ: സാധാരണഗതിയിൽ ഇത്തരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബന്ധപ്പെട്ട കേന്ദ്ര ട്രേഡ് യൂണിയനുകളുമൊക്കെ ആയിട്ടൊരു ആശയവിനിമയം നടത്താറുണ്ട്. അത് ഏതൊരു ഗവൺമെന്റും ചെയ്യുന്നതാണ്. ഇത് പൊടുന്നനെ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തുക, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ഇതിന്റെ ഉള്ളടക്കങ്ങളെ സംബന്ധിച്ചൊന്നും ആർക്കും ഒരു വ്യക്തതയില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ട് ചില ഭാഗങ്ങളിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ട് ജില്ലയിൽ നിന്ന് 20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അടുത്ത ജില്ലയിൽ പ്രവേശിക്കാൻ പാടും. അപ്പൊ അതിനകത്തൊരു ബുദ്ധിമുട്ട് നേരിടുന്നത് 20 കിലോമീറ്റർ കഴിഞ്ഞ് അതർ ഡിസ്ട്രിക്റ്റില് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചാൽ ഇപ്പോഴത്തെ നിലനിൽക്കുന്ന നിലവിലെ സംവിധാനം അനുസരിച്ചിട്ട് അവരുടെ ഇൻഷുറൻസ് നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും പല ജില്ലകളുടെ അതിർത്തിയിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർക്ക് ഇത് സംസ്ഥാന വ്യാപകമാക്കുന്നതിൽ ചിലപ്പോൾ ഗുണകരമാകും. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് ഒരു ദുഷ്കരമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടയ്ക്കേണ്ടി വരുന്ന നികുതിയും ഇൻഷുറൻസ് തുകയും വർദ്ധിക്കാൻ ഈ തീരുമാനം കാരണമായേക്കാം. ഒന്ന്, ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനാണെങ്കിൽ ഏറ്റവും കുറവ് സേഫ്റ്റി മെഷേഴ്സ് ഉള്ള ഒരു മേഖലയാണ് ഓട്ടോറിക്ഷ. 3 വീലിലോടുന്ന വാഹനമാണ്. അതിനെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ നിലവിൽ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പോലും നമ്മുടെ നാട്ടില് വ്യവസ്ഥാപിതമായിട്ട് വളരെ കുറവാണ്. അപ്പോ ആ സാഹചര്യത്തില് നമ്മുടെ ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് അവർക്ക് ദീർഘദൂരം യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു ദുഷ്കരമാണ്. അത് യാത്ര ചെയ്യുന്നവർ സേഫ്റ്റിയെ സംബന്ധിച്ചായാലും ഓടിക്കുന്നവർ സേഫ്റ്റിയെ സംബന്ധിച്ചായാലും. അപ്പൊ ഇതൊന്നും നോക്കാതെ ഗവൺമെന്റ് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഞങ്ങൾ പെർമിറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിലവിലുള്ള സംവിധാനം എങ്ങനെ തുടരും? ഇപ്പൊ ഓരോ സ്ഥലത്തും ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് ഓരോ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് അവർ ഓടുന്നത്. ആ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് നാളെ സംസ്ഥാനാടിസ്ഥാനത്തിൽ പെർമിറ്റ് കൊടുക്കുമ്പോൾ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിക്കുന്നത് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമായി മാറും. അപ്പൊ അതുകൊണ്ട് ഇത് ശാസ്ത്രീയമായ ഒരു പഠനം നടത്താതെ ഇത് നടപ്പിലാക്കരുതെന്നുള്ളതാണ്. ശാസ്ത്രീയമായ ഒരു പഠനം നടത്തണം. അത് ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകളുമായിട്ടെല്ലാം ചർച്ച ചെയ്യണം. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഓട്ടോറിക്ഷ തൊഴിൽ മേഖലയെ ശാക്തീകരിക്കുന്ന നടപടികളാണ് ആവശ്യം. ഇതിൽ ഗവൺമെന്റ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പെർമിറ്റുകൾ നഷ്ടപ്പെടുമോ? ഇന്ന് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ നഷ്ടപ്പെടുമോ? അതല്ല, ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ ഗവൺമെന്റിന് ചെയ്യാം. ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് ഒരു ഓട്ടോറിക്ഷ സംബന്ധിച്ച് അതിന്റെ പെർമിറ്റിന്റെ ലിമിറ്റ് നോക്കാതെ ഇൻഷുറൻസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ ഇപ്പം നിലനിൽക്കുന്ന സംവിധാനങ്ങൾ തന്നെ സുതാര്യമാണ്, അത് നടന്നു പോകും. ടാക്സിനെ സംബന്ധിച്ച് അമിതമായ ടാക്സ് ഇനിയും ഈ മേഖലയിൽ അടിച്ചേൽപ്പിച്ചാൽ ഇന്ന് തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരാണ് ബഹുഭൂരിപക്ഷം ഓട്ടോറിക്ഷകൾ. അവർ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവനമാർഗം നടത്തുന്നവരാണ്. അവരെ സംബന്ധിച്ച് അടിക്കടി ഇങ്ങനെ ടാക്സ് വർദ്ധിപ്പിക്കുകയും ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ സാധാരണക്കാരന് യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷകളിൽ കയറാൻ ആളുകൾ മടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. ഒരു സബ്സിഡിയും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കോ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കോ ഇല്ല. ഒരു ആനുകൂല്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. ആ ഇല്ലാത്ത സാധനത്തിൽ അമിതമായ ടാക്സും ഇൻഷുറൻസും രജിസ്ട്രേഷൻ ഫീസുകളും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത് പുനഃപരിശോധിക്കേണ്ടതാണ്. ഇത് നടപ്പിലാക്കുന്നെങ്കിൽ തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ അവരുമായി ചർച്ച ചെയ്യപ്പെട്ട് അവരുടെ ആശങ്കകൾ ദൂരീകരിക്കണം.
ആ ആശങ്കകൾ ദൂരീകരിക്കാതെ ഇത് മുമ്പോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധവുമായി തൊഴിലാളി രംഗത്തിറങ്ങേണ്ടി വരും. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകുവാനുള്ള തീരുമാനത്തെ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷനും എതിർക്കുന്നുണ്ട്. സംഘടനയുടെ സെക്രട്ടറി ബാബുലേയൻ തൃശൂർ. ആധികാരികമായിട്ടൊരു പഠനം നടത്തിയിട്ട് വേണം ഇതിനൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഭാഗത്തുനിന്നോ അത്തരത്തിലുള്ള ഒരു പഠനം നടത്തിയതായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മേഖലയ്ക്കകത്ത് നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിവില്ല. തന്നെയല്ല, ടെക്നിക്കലി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അവരിൽ പലർക്കും ഈ ഒരു കാര്യത്തോട് എതിർപ്പുണ്ട്. അപ്പൊ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെ ഈ ഒരു വിഷയത്തിനകത്ത് എതിർപ്പ് നിലനിൽക്കുമ്പോൾ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലൈസൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്തർജില്ലാ പെർമിറ്റ് ഇവർക്ക് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതിന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അല്ലെങ്കിൽ മന്ത്രി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും ഗവൺമെന്റ് നടത്തേണ്ടതായിട്ടുള്ള ഒരു സേവനം, പൊതുഗതാഗത രംഗം, അതിനകത്തൊരു സേവന മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവരാണ് ടാക്സി ഡ്രൈവർമാർ. അപ്പോൾ ഞങ്ങളുടെ പണം മുടക്കി ബാങ്കിന് അതിന്റെ പലിശ നൽകി വാഹനം ഉപയോഗിച്ച് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഓടുന്നത്. ഗവൺമെന്റ് നടത്തേണ്ട കാര്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ടാക്സി ഡ്രൈവർമാരുടെ ജോലി ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. ഇത് ഒരു വശമാണ്. ഇതിന് മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ അന്തർജില്ലാ റൂട്ടുകളിലേക്ക് ഈ ഓട്ടോകൾ കടന്നു പോകുമ്പോൾ മാക്സിമം അവർക്ക് പോകാൻ കഴിയുന്ന സ്പീഡ് 50 കിലോമീറ്ററാണ്. 50 കിലോമീറ്ററിനേക്കാൾ വേഗതയിലേക്ക് അവർ പോവുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആക്സിഡന്റുകൾക്കൊക്കെ സാധ്യതകൾ കൂടുതലുണ്ട്. തന്നെയല്ല, അവരുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ എത്ര സുരക്ഷിതരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓട്ടോറിക്ഷകൾക്ക് ദീർഘദൂര യാത്രാ പെർമിറ്റ് നൽകുമ്പോൾ ആ വാഹനത്തിന് ദീർഘദൂര യാത്ര നടത്തുവാനുള്ള സാങ്കേതിക ക്ഷമതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഓട്ടോറിക്ഷകളിലുള്ള യാത്രയിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, 3 ചക്രത്തിലാണ് ഈ വാഹനം ഓടുന്നത്. ഏതെങ്കിലും രീതിയിലേക്ക് ഇത്രയും സ്പീഡിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ യാത്രക്കാർക്ക് സേഫ്റ്റി എന്ന രീതിയിലേക്ക് സേഫ്റ്റി ബെൽറ്റ് ഇല്ല, വാഹനത്തിന് കൃത്യമായിട്ടുള്ള ഡോറുകളില്ല. ഇതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ സാധാരണ ചെറിയ ദൂരം യാത്ര ചെയ്യുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇത്തരം ഓട്ടോറിക്ഷകളെ ഇത്തരത്തിൽ ദീർഘദൂര യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ ഘടകമാണ് നമുക്ക് മനസ്സിലാവാത്തത്. വയനാട് പോലെയുള്ള ജില്ലകളിൽ, ഇടുക്കി പോലെയുള്ള ജില്ലകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും സമീപ പ്രദേശം, അതായത് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഈ ഒരു വിഷയം വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ കൊരട്ടി പോലെയുള്ള, ചാലക്കുടി പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ട്രിപ്പ് പോയി അവിടെ അവരെ കൊണ്ടുപോയി ഇറക്കി തിരിച്ചു വരുന്ന ഒരു സമീപനമുണ്ട്. ഇത് ശരിക്കും പാടില്ലാത്തതാണ്. അപ്പോ ഈ ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലുള്ള ടാക്സി ഡ്രൈവർമാരുടെ ജോലി സാധ്യത ഗണ്യമായി കുറയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ ആ വാഹനത്തിനകത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വിഷയമാണ്. അപ്പോൾ ശക്തമായി തന്നെ ഈ ഒരു വിഷയത്തെ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KTDO എതിർക്കുന്നു. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകുന്നത് സ്വാഗതാർഹമാണെന്ന് പറയുന്നു സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ D. ധനുരാജ്. ഓട്ടോറിക്ഷയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രധാന ധർമ്മം നിർവഹിക്കാനുണ്ട്. ആ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്ത മേഖലകളിൽ ബസ്സുകളിൽ വരികയോ അല്ലെങ്കിൽ ബസ്സിൽ കയറാൻ പോകുമ്പോഴൊക്കെ ആ സ്ഥലങ്ങളിലേക്ക് ബസ് ഇല്ലാത്തപ്പോൾ അവിടെ ഈ ഓട്ടോറിക്ഷ സർവീസ് നടത്തും എന്നുള്ളതാണ് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള, അതായത് ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ പ്രാധാന്യം അവിടെയാണ്. നിലവിൽ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നൽകുന്ന സംവിധാനത്തിന് പല പരിമിതികളുമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിലവിലിരുന്ന ലൈസൻസ് പെർമിറ്റ് രാജ് കൊണ്ട് ആ ഒരു പർപ്പസ് ഡിഫീറ്റഡ് ആയി, അല്ലെങ്കിൽ ആ പർപ്പസ് ഒരിക്കൽ പോലും അങ്ങനെ ഒരു രീതിയിലേക്ക് വളർന്നു വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഓട്ടോറിക്ഷയ്ക്കും ഇന്ന സ്ഥലത്ത് മാത്രമേ ഓടാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് മാത്രമേ അവർക്ക് സർവീസ് ചെയ്യാൻ പാടുള്ളൂ, അവർക്ക് അവരുടേതായ സ്റ്റാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് ആവശ്യക്കാരുടെ ആവശ്യം അനുസരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ നിലവിലിരുന്ന പെർമിറ്റിന് പറ്റിയിട്ടില്ല. നഗരങ്ങളിൽ കൂടുതൽ പെർമിറ്റ് കൊടുത്തുകൊണ്ട് ഗ്രാമങ്ങളിലുമൊക്കെ പെർമിറ്റ് കുറച്ചു കൊണ്ടുവരുന്ന സ്ഥിതിയും ഇവിടെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ സ്ഥിതിവിശേഷത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പുനഃക്രമീകരണത്തിന്, അതായത് കൂടുതൽ ഓട്ടോകൾ ഓടുന്ന സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഓട്ടോകളുള്ള സ്ഥലത്തേക്ക് ഈ മൊത്തം നമ്മുടെ ഓട്ടോകളുടെ എണ്ണം പുനഃക്രമീകരിക്കുന്നതിന് ഒരു മാർക്കറ്റ് ലെവലിൽ തന്നെ അത് സാധിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു തരത്തിൽ ചെറുകിട സംരംഭകർ കൂടിയാണ്. അത്തരക്കാരെ
പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സ്വീകരിക്കേണ്ടത്. കേരളത്തിൽ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഓൺട്രപ്രണറും കൂടിയാണ്. നമ്മൾ അതിനെയൊന്നും കണക്കിലെടുക്കാറില്ല. പല ചർച്ചകളിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യിലെ കാശ് മുടക്കി അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊക്കെ ഓട്ടോ ഓടിക്കുന്നവരും അതിൽ നിന്നും ഒരു നിത്യ വരുമാനം എടുക്കുന്ന ആൾക്കാരുമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് അവരുടെ പണം മുടക്കി ഓൺട്രപ്രണറിയൽ ആയിട്ടൊരു ആക്ടിവിറ്റി നടത്തുമ്പോൾ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലുള്ളതായിരുന്നു ഇതുവരെയുള്ള ഓട്ടോറിക്ഷ പെർമിറ്റ് സംവിധാനം. ഓട്ടോറിക്ഷയിലുള്ള ദീർഘദൂര യാത്രകൾ സുരക്ഷിതമല്ല എന്ന അഭിപ്രായം വസ്തുതകളാൽ സാധൂകരിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും ആൾക്കാർ ഇതിനെപ്പറ്റി പുതിയ സംവിധാനത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരു കാര്യം ലോങ് ഡിസ്റ്റൻസ് ആളുകൾ ഓട്ടോറിക്ഷ ഉപയോഗിക്കും അല്ലെങ്കിൽ അപകടം കൂടും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളൊക്കെ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ പോകുന്ന ഓട്ടോകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ 15-20 കിലോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അവിടെ അപകടങ്ങൾ കൂടുതലായിട്ടുണ്ടായിട്ട് നമ്മുടെ കണക്കുകളിലൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. മാത്രമല്ല ഇവിടെ ഇങ്ങനൊരു ആർഗ്യുമെന്റ് വരുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെയും ഓട്ടോ ഉപയോഗിക്കുന്ന യാത്രക്കാരനെയും അവർക്ക് യാതൊന്നും ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഏതൊരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഒരു സർവീസാണത്. സർവീസ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആളും ആ സർവീസ് കൊടുക്കുന്ന ആൾക്കാരും നമ്മളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എന്തായാലും കേരളത്തില് 200 കിലോമീറ്റർ ഒന്നും ഓടിച്ച് എല്ലാവരും ഓട്ടോ ഉപയോഗിക്കുന്ന തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ടാക്സിക്കാരുടെ പറയുന്ന കാര്യങ്ങളും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ പുതിയ പെർമിറ്റ് സംവിധാനം മാറുമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. പുതിയ കാലത്തിന് യോജിച്ച ഗതാഗത പരിഷ്കാരങ്ങൾ ഇനിയും നടപ്പിലാക്കേണ്ടതാണ്. നമുക്ക് 21ാം നൂറ്റാണ്ടില് ഇപ്പൊ ഒരുപാട് സംവിധാനങ്ങൾ, പുതിയ സംവിധാനങ്ങൾ ട്രാൻസ്പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ഓൺലൈൻ ഓട്ടോ സംവിധാനങ്ങളെ പറ്റിയൊക്കെയാണ്. ഓൺലൈൻ ഓട്ടോ സംവിധാനങ്ങളൊക്കെ മത്സരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ഓട്ടോ ഡ്രൈവേഴ്സിനെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യമാണ് പുതിയ ഈ ലൈസൻസ് സംവിധാനം. കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതുകൊണ്ടും ഈ ഒരു റിഫോം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓട്ടോറിക്ഷ സംവിധാനങ്ങളിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന ലൈസൻസ് മാറ്റിയിട്ട് താല്പര്യമുള്ളവർക്ക് ഷെയർ ഓട്ടോ ലൈസൻസ് കൊടുക്കുന്നുള്ള ലെജിസ്ലേറ്റീവ് ചേഞ്ചും കേരള ഗവൺമെന്റ് കൊണ്ടുവരേണ്ട സ്ഥലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ പല സ്ഥലങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. അപ്പൊ ഷെയർ മൊബിലിറ്റി എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനും യാത്രക്കാർക്കും ഒരുപാട് നല്ല ഒരു അനുഭവമായിരിക്കും. അപ്പോൾ റിഫോംസ് ഇനിയും ഒരുപാട് വേണ്ടതുണ്ട്. ഇനി ഓട്ടോറിക്ഷ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഞാൻ കേട്ടപ്പോൾ മാൻമറ്റം നഗരങ്ങളിൽ ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളുമായി ഉരസുന്നതല്ലാതെ വലിയ അപകട സാധ്യതകൾ ഉണ്ടാകുന്നില്ല. ട്രാഫിക് തിരക്ക് കൊണ്ട് അത് ഒഴിവാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഓൾ കേരള ലെവലിൽ നാഷണൽ ഹൈവേയിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ, ഓട്ടോറിക്ഷകൾ പോകുമ്പോൾ അപകട സാധ്യത വളരെ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറെ ഡ്രൈവർമാര് സീനിയേഴ്സ് ആയിട്ടുള്ളവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഓട്ടോറിക്ഷയിൽ ചാർജ് കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എയർപോർട്ടിലേക്ക് പോകുന്നവർ ഇപ്പോഴുണ്ടെങ്കിലും കൂടുതൽ ഓട്ടോറിക്ഷകൾ എയർപോർട്ടിലേക്കും ദീർഘദൂരം യാത്ര ചെയ്ത് പോകുവാൻ കാരണമാകും. നാഷണൽ ഹൈവേയിലെയും പ്രധാനപ്പെട്ട റോഡുകളിലെയും ഓടിക്കുമ്പോൾ അപകട സാധ്യത കൂടും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. എന്റെ പേര് തോമസ് ഷിജോ. ഞാൻ ഇപ്പോ ഇന്റീരിയർ വർക്കാണ്. ഞാൻ നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളാണ്. അതിന് ദോഷവുമുണ്ട് ഗുണവുമുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ടാക്സി ഡ്രൈവേഴ്സിന്റെ ഓട്ടം സ്വാഭാവികമായിട്ട് കുറയും. ഓട്ടോറിക്ഷ ആകുമ്പോഴത്തേക്കും സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, കാരണം ലോങ് ഡ്രൈവിന് പറ്റിയ വണ്ടിയല്ല. അത്യാവശ്യം ഒരു ജില്ല വിട്ടൊക്കെ പോകാനുള്ള എത്ര കപ്പാസിറ്റി ഉള്ളൂ. അല്ലാണ്ട് ലോങ് ഡ്രൈവ് പറ്റില്ല. ഒരു 2-3 ജില്ല വിട്ടുള്ള ഇത് പറ്റത്തില്ല. അത്ര വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല. സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വാഗതാർഹമാണ്. സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പം മൂലമുണ്ടാകുന്ന നാനാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം സുശക്തമായ ഒരു പൊതുഗതാഗത സംവിധാനം തന്നെയാണ്. എന്നാൽ അനേകം തൊഴിലാളികളെ ബാധിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അഭിപ്രായ സമന്വയത്തിന്റെ വഴി തന്നെയാണ് ഉത്തമം. നിർവഹണം അഖിൽ സുകുമാരൻ. സഹായം റെനീഷ് ജോർജ്. സമകാലികം.